ഹായ് ഹലോ കുറേ നാളുകൾക്ക് ശേഷം കാസർഗോട്ടേക്ക് ഒരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പം ഞാനും ഹൈനസും മാത്രമേ പോകുന്നുള്ളൂ. ഇത്തവണ അഹുമായി ഇക്കായി ഞങ്ങളുടെ കൂടെ വരുന്നില്ല. അപ്പോൾ പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ വന്ദേ ഭാരതിലാണ് പോകുന്നത്. കറക്റ്റ് 4:05 വൈകുന്നേരം 4:05 ട്രെയിൻ എടുത്തായിരുന്നു കേട്ടോ. വന്ദേ ഭാരതിൽ കയറുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും ഹൈനസിന് വിശക്കാൻ തുടങ്ങി. വരുന്ന വഴിക്ക് നമ്മൾ ആപ്പിൾ കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹൈനസിന് കൊടുത്തായിരുന്നു കേട്ടോ. ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ കാറ്ററിംഗ് സ്റ്റാഫ് നമുക്കൊരു ഗിഫ്റ്റ് കവറിൽ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ കൊഴുക്കട്ടയും പിന്നെ ചിപ്സിൻ്റെ പാക്കറ്റും ഒരു ഡേറ്റ്സ് കേക്കും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചായ ഇടാനുള്ള ടീ പൗഡറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടുള്ള ഒരു അനുഭവം കേട്ടോ. ഞാനും കുഞ്ഞും മാത്രം തനിച്ച് കാസർഗോട്ടേക്ക് ഒരു യാത്ര പോകുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഐനസിൻ്റെ കാര്യം ഓർത്തിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വന്ദേ ഭാരത് ബുക്ക് ചെയ്തത് കേട്ടോ. പക്ഷേ ട്രെയിനിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ടെൻഷനും പേടിയൊക്കെ മാറിയായിരുന്നു കേട്ടോ. എന്തോ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ചായ ഇടാനുള്ള ചൂടുവെള്ളവും കൂടെ കൊണ്ടുവന്നു കേട്ടോ. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ടീ പൗഡർ ഇട്ട് മിക്സ് ചെയ്തു. അത്യാവശ്യം നല്ലൊരു ചായ തന്നെയായിരുന്നു കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ അതിനസും കൂടെ കുറച്ച് നേരം വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു കണക്കിന് നമുക്ക് ഇത് തന്നെയാണ് കേട്ടോ ബെറ്റർ. നമ്മൾ കയറിയ ഇതിൽ ഇരുന്ന യാത്ര പോലും നമുക്ക് ക്ഷീണമെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. നമ്മൾ കയറിയതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. സാധാരണയായി എന്നും വരുന്നുണ്ടായിരുന്ന ട്രെയിൻ പോലെ അല്ലായിരുന്നു. നല്ല വൃത്തി നീറ്റായിരുന്നു. റേറ്റ് കൂടിയാലും ഒരു കണക്കിന് ഇത് തന്നെയാണ് നല്ലത്. പിന്നെ ധൈര്യമായിട്ട് വരാം കേട്ടോ. പിന്നെ ഒരു 7:30 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ഫുഡ് വന്നായിരുന്നു. നോൺ വെജിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തിയും ചിക്കൻ കറിയും ചോറ് തീയൽ അവിയലുണ്ടായിരുന്നു. പിന്നെ യോഗർട്ട് നല്ല അടിപൊളി പായസവും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു 9:30 മണിയായപ്പോൾ എനിക്ക് കോഫി കുടിക്കാൻ തോന്നി. അങ്ങനെ ഒരു കോഫിക്ക് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ബിസ്ക്കറ്റും കഴിക്കാൻ തന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഹൈനസും കൂടെ കോഫിയൊക്കെ കുടിച്ചു. അത്യാവശ്യം നല്ലൊരു കോഫി ആയിരുന്നു കേട്ടോ. പിന്നെ ഹൈനസ് കുറച്ച് നേരം ഉറങ്ങി. ഞാനാണെങ്കിലും ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 11:58 ആയപ്പോഴേക്കും നമ്മൾ കാസർഗോഡ് സ്റ്റേഷൻ എത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. അടുത്തൊരു വീഡിയോ വരുമ്പോൾ ടാറ്റാ ബൈ.